ഹലോ, നമ്മളിന്നുള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ടെർമിനൽ 2-ലുള്ള 0484 എയറോ ലോഞ്ചിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഡയറക്റ്റ് എയർപോർട്ടിന് വീട്ടിലോട്ട് പോകാൻ താമസിക്കുന്നത്. ബിക്കോസ് ഇപ്പം വീട്ടിലോട്ടൊക്കെ ഭയങ്കര മഴയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട് രാത്രിയിൽ വന്നിട്ട് ഒരു റിസ്ക് എടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നല്ലൊരു ഡിസിഷനായിരുന്നു ഈ സ്റ്റേ. നമ്മളെപ്പോലെ കൊച്ചിയിൽ നിന്ന് ഒരുപാട് ദൂരെ നാട്ടിൽ വന്നിട്ട് വീണ്ടും കുറേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അവേഴ്സിനാണ് ഇവിടെ പേ ചെയ്യുന്നത്. നമ്മൾ എത്ര അവേഴ്സിലേക്കാണോ എടുക്കുന്നത് അത്ര അവേഴ്സിനുള്ള പേയ്മെൻ്റാണ്. മിനിമം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 hours ആണ്. നമ്മളൊരു 12 hours സ്റ്റേ ആണ് എടുത്തത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യാറായി. നമ്മൾ ഏകദേശം രാത്രിയിൽ ഒരു 12 മണിയോടെയാണ് കേട്ടോ ചെക്ക് ഇൻ ചെയ്തത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു സെക്യൂരിറ്റി അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മളിവിടെ ലോഞ്ചിന് ഫ്രണ്ടിലാക്കി തന്നു. ഇതിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പം എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി പിന്നെ ടാക്സി പിടിച്ച് റൂമിലോട്ട് പോകുമൊന്നും വേണ്ട. ഇത് ടെർമിനൽ 2-ൽ നിന്ന് ഒരു 2 minutes മാത്രമേ നടക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഇവിടെ എത്തുന്നത് നമ്മുടെ ലോഞ്ചിലെ സ്റ്റാഫ് നമ്മളെ വന്ന് വെൽക്കം ചെയ്തോളൂ. പിന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ബാഗേജൊക്കെ ഒരു സേഫ്റ്റി ചെക്കിൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗുമായിട്ട് നമുക്ക് റൂമിലോട്ട് പോകാം. ബാക്കി ബാഗേജൊക്കെ അവർ ചെക്കിൻ കഴിഞ്ഞതിന് ശേഷം റൂമിലോട്ട് എത്തിച്ചോളും. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ആക്ച്വലി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത് സ്ട്രെസ്ഡ് ആവുമായിരുന്നു. ഇനി ഒരു 4 hours കൂടെ ട്രാവൽ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ദിസ് ടൈം എനിവേ നമ്മളിവിടെ സ്റ്റേ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേനും കിഡ്സും നല്ല ഹാപ്പിയായി. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. ഡീലക്സ് റൂം വിത്ത് കിങ് സൈസ് ബെഡായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ ഇത്. നമുക്ക് ആകെ ഉണ്ടായ ഒരു ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ടൈം ആയതുകൊണ്ട് അവരുടെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിരുന്നു. പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യും സൂൺ തന്നെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവരത് ഇൻഫോം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് പോകുന്നപ്പോഴത്തേനും തന്നെ സൊമാറ്റോ വഴി ഫുഡ് ഡെലിവറി സ്കെഡ്യൂൾ ചെയ്തിരുന്നു. നമ്മൾ ലോഞ്ച് സ്റ്റാഫിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾക്കൊരു ഹോട്ടൽ ടൂർ തരാമോ എന്ന്. അപ്പോൾ അവർ രാവിലെ തന്നെ നമ്മളെ ഈ ഹോട്ടലിലെ എല്ലാ ഫെസിലിറ്റികളും കൊണ്ടുപോയി കാണിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പല സൈസിലും ഫെസിലിറ്റിയിലുമുള്ള റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനനുസരിച്ച് പ്രൈസിലും ഡിഫറൻസ് ഉണ്ട്. ഇത് അവരുടെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. റിസപ്ഷനോട് ചേർന്നിട്ട് ഒരു ചെറിയ കഫറ്റീരിയ ഉണ്ട്. ഇവിടെ സ്റ്റേ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇതൊരു 100 മെമ്പേഴ്സിന് പറ്റിയ ഹോളാണ്. ഇൻ്റർവ്യൂസ്, കോൺഫറൻസസ്, മീറ്റിംഗ്സ് അങ്ങനെയൊക്കെ ഇവിടെ നടത്താറുണ്ട്. അതിനേക്കാൾ ചെറിയ 50 മെമ്പേഴ്സിനും 10 മെമ്പേഴ്സിനും ഒക്കെ പറ്റിയ ചെറിയ ഹോൾസും അവൈലബിൾ ആണ്. നല്ല സർവീസ് ആയിരുന്നു ഈ 0484 എയറോ ലോഞ്ച്. പിന്നെ നല്ല റൂമായിരുന്നു. ഫ്ലൈറ്റിൽ ഞങ്ങളെല്ലാം അടുത്തിട്ട് നല്ല സുഖമായിരുന്നു ഈ കട്ടിലെ കിടക്കാൻ. സ്റ്റാഫ് ഭയങ്കര കൈൻഡ് ആയിരുന്നു, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. അതിൽ എന്ത് കോൾ ചെയ്താലും അവർ ഓടി തന്നോളൂ. ഇഷ്ടപ്പെട്ടോ? നെക്സ്റ്റ് ടൈം ഇതും ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം 7 നമ്പർ. ഓക്കെ.